ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബീട്രൂട്ടൊന്നും ഇഷ്ടമില്ലാത്തവർ വരെ ഈ രൂപത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചോളൂ. അപ്പം അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചെറിയുള്ളി, ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു സവാളയും കൂടെയാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ആവശ്യത്തിന് തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടും സവാളയും കൂടെ ഒന്ന് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ഗരം മസാലപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടും സവാളയും കൂടെ ഉള്ളത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബീട്രൂട്ടൊന്നും ഇഷ്ടമില്ലാത്തവർ ഇതെന്തായാലും കഴിച്ചോളൂ. അപ്പം ഈ രൂപത്തിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക്